വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്. ആരുടെയൊക്കെയോ പ്രിയങ്കരിയായ രേണുസുതി ഒന്ന് നിർത്തിക്കൂടെ? കൈ കൂപ്പി ഞാൻ ചോദിക്കുക, ഒന്ന് നിർത്തിക്കൂടെ നിങ്ങൾക്ക്? എനിക്ക് വയ്യ, നിങ്ങളെ പറ്റി വീഡിയോ ചെയ്യാൻ എനിക്ക് വയ്യ. അപ്പൊ ചില ആളുകൾ ചോദിക്കും, എന്നാ പിന്നെ എന്തിനാടാ ചെയ്യുന്നത്, നിർത്തിക്കൂടെ എന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ചോദ്യം ചോദിക്കുന്നവര്, എന്നെ സംബന്ധിച്ച് രേണുസുതി എന്ന് പറഞ്ഞാൽ വെറും ഒരു കണ്ടന്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. എന്നെ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കെല്ലാം അത്രേ ഉള്ളൂ. അല്ലാതെ എൻ്റെ പെങ്ങട മോളോ ഒന്നുമല്ല ഈ രേണുസുതി. പിടികിട്ടിയോ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എന്നെ പോലെ ഭൂരിഭാഗം ആളുകളും വീഡിയോ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ. പക്ഷെ ഒരു ടൈം കഴിയുമ്പോൾ മടുക്കും. ഞാൻ പല വീഡിയോയിൽ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, മതി, ഇനി ഈ അവിഞ്ഞ കണ്ടന്റ് എടുക്കാൻ വയ്യ പലതവണ. പക്ഷെ പിന്നെയും ഇവരോരോന്ന് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ പിന്നെ കണ്ടന്റ് അത്രേ ഉള്ളൂ, അതുകൊണ്ട് മാത്രം ചെയ്യുന്നതാ. ഒരസുഖം വന്നു, ആ അസുഖത്തിന്റെ പുറത്തുള്ള സഹതാപം കൊണ്ടാണ് ഇപ്പൊ കുറച്ച് ലൈറ്റായിട്ട് സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ലൈറ്റായിട്ട് സംസാരിക്കാൻ അർഹമായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴത്തെ കാട്ടായ എന്തുവാ എന്ത് കാര്യത്തിന്? മനഃപൂർവ്വം നാട്ടുകാരുടെ വായിരിക്കുന്ന തെറി കേൾക്കാൻ വേണ്ടി ഈ അസുഖം പിടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത് മോശമല്ലേ രേണുസുതി? കുറച്ച് മുമ്പ് ഇവരൊരു വീഡിയോ ഇട്ടു ഇവരുടെ യൂട്യൂബ് ചാനലിൽ, ഇൻസ്റ്റയിലും ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റേന്ന് ഞാൻ ആ വീഡിയോ എടുത്തൊന്ന് റിയാക്ട് ചെയ്യുക. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കിച്ചു എന്ന് പറയുന്ന ആ വ്യക്തിയെ ഡയറക്റ്റായിട്ട് രേണുസുതി ഒന്നും പറയുന്നില്ല, ഇല്ല. പക്ഷെ ഈ വളഞ്ഞു പോയി അവന്റെ കുണ്ടിക്കിട്ട് അടിക്കുന്നതുണ്ടല്ലോ, അത് നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലാവും. അവന്റെ കുണ്ടിക്ക് ചേച്ചി മറ്റേ ഖട്ട എന്നും പറഞ്ഞ് അടിക്കുന്നതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. എന്തിനീ ഈ വൃത്തികേട് ചെയ്യാൻ നിൽക്കുന്നു? വീഡിയോ കാണുന്നവർ പൊട്ടന്മാരല്ല. നിങ്ങളുടെ വീഡിയോയുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഞാൻ നോക്കിയുള്ളൂ, ആ ഒരു കമന്റ് ബോക്സ് ഒന്ന് പോയി നോക്ക് രേണുസുതി. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഈ തെറി കേൾക്കുന്നത്? എന്നിട്ട് എല്ലാം എടുത്ത് മറ്റേ നെഗറ്റീവ് വരുന്ന എല്ലാം എടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്ത് സ്റ്റോറിയിൽ വിടും. എന്ത് കാര്യം ഉണ്ടായിട്ട്? ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് സമാധാനത്തിൽ ഇരുന്നൂടെ? നിങ്ങൾക്ക് സമാധാനം വേണ്ടേ? സെന്റി അടിച്ച് നാട്ടുകാരിൽ നിന്ന് എന്ത് കിട്ടാനാണ് നിങ്ങൾ ഈ കാട്ടായം കാണിക്കുന്നത്? നിങ്ങൾക്ക് ഈ അസുഖം വന്നു എന്ന് അറിഞ്ഞ സമയത്ത് എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, വയ്യാത്തതാണ്. അതിൻ്റെ പേരിൽ നിങ്ങളോട് ആളുകൾ സ്നേഹം കാണിക്കാൻ തുടങ്ങി. നിങ്ങൾ തന്നെ 2 ദിവസത്തിനുള്ളിൽ ആ സ്നേഹം ഇല്ലാതാക്കി. ഇപ്പൊ എന്തുവാ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഈ പുതിയ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായം വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് എഴുതിയിടുക. ഹൈപ്പ് കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്തു. പിന്നെ ഈ രേണുസുതി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമില്ലാത്ത ഒരു വീഡിയോ കാണാൻ നിൽക്കണ്ട പ്ലീസ്. നിങ്ങൾ ഇപ്പം തന്നെ സ്ക്രോൾ ചെയ്ത് മാറ്റിയേക്ക്, അടുത്ത വീഡിയോ നിങ്ങൾക്ക് വരും, അത് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് രേണു പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി. ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ ഒന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ പി ജി, അതായത് ഹൃദയദാസിനെ തങ്കച്ചൻ പി ജി അല്ലെങ്കിൽ കുഞ്ഞിനമ്മ തങ്കച്ചനോ അല്ലെങ്കിൽ എന്റെ ചേച്ചി ലീബുനെയോ അല്ലെങ്കിൽ ലീബു എന്റെ ചേട്ടാത്തി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്ക് ആരെയും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ റുബിൻദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എന്റെ കുഞ്ഞിനെ അവർ 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ കുഞ്ഞിനെ. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണല്ലോ, അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ അങ്ങനെ വിധിയൊന്നും എഴുതിയിട്ടില്ല. ഓക്കെ, എല്ലാ വീഡിയോയിലും നിങ്ങളെ വിമർശിച്ചാലും ഈ അടുത്തായിട്ട് നിങ്ങളെ വിമർശിച്ചാലും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, കുഴപ്പമൊന്നുമില്ലാതെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റട്ടെ, അസുഖത്തിൽ നിന്ന് അവരൊന്ന് കരകയറട്ടെ എന്നുള്ള കാര്യം ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ലാസ്റ്റത്തെ 1-2 വീഡിയോയിലേ ഉള്ളൂ പറയാഞ്ഞത്, കാരണം അത് ബേസിക്കലി സംസാരിക്കുന്നത് ആ ബിഷപ്പിനെ പറ്റിയും പിന്നെ വേറെ ഓരോ കാര്യങ്ങളായതുകൊണ്ട് രേണുവിനെ ഞാൻ പോയിന്റ് ചെയ്ത് ഇവരുടെ അസുഖം മാറട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ അടുത്തായിട്ട് കുറച്ചായിട്ട് നമ്മൾ ഇവരുടെ കണ്ടന്റ് ചെയ്യുന്നില്ലായിരുന്നു, വീണ്ടും ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇവരുടെ അസുഖം മാറട്ടെ, ജീവിക്കട്ടെ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പറയുന്ന എന്നെ പോലും ഇനി അങ്ങനെ ഒരു കാര്യം പറയാതിരിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്കാണ് രേണു നിങ്ങൾ എത്തിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ എന്തുവാ ഇപ്പം ഇതൊക്കെ വന്ന് പബ്ലിക്കിനോട് പറയേണ്ട കാര്യം എന്താ? നിങ്ങൾ പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ പറയുന്നു എന്ന് പറയുന്നത് എന്തിന് ഞങ്ങളോട് പറയണം?
എന്ത് കാര്യത്തിന്? നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ മോനെ അവൻ്റെ ചേട്ടന് കൊടുക്കുവോ, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, നിങ്ങളുടെ അച്ഛനും അമ്മയും ചിലപ്പോൾ നോക്കിയേക്കും, നിങ്ങളുടെ ഈ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഒക്കെ നിങ്ങളുടെ മോനെ നോക്കുമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആരെയും വിശ്വാസം ഇല്ലെന്ന്. നിങ്ങളുടെ ചേച്ചിക്ക് പിള്ളേരില്ലേ? ആ പിള്ളേർ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നിങ്ങളുടെ മോൻ അവർക്ക്. അത് അങ്ങനെ കാണുള്ളൂ. ഓക്കെ, ചിലപ്പം അവർ നോക്കുന്നതിനെക്കാളും നന്നായിട്ട് ആ കിച്ചു എന്ന് പറയുന്ന പയ്യൻ, അവൻ്റെ അനിയനല്ലേ, സ്വന്തം അനിയനല്ലേ, ചിലപ്പോൾ നോക്കിയേക്കും. രേണു സംസാരിക്കുമ്പോൾ നോക്കിയും കണ്ട്. പിന്നെ ഇതൊക്കെ ജനങ്ങളോട് പറയേണ്ട ഒരു കാര്യവും ഇല്ല, വെറുതെ തെറി കേൾക്കാനായിട്ട്. എന്തിന് ഫോർ വാട്ട്? വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് വീഡിയോകൾ ചെയ്യും, ആളുകൾ കണ്ടോളുമായിരിക്കും ചിലപ്പോൾ. ഇത് വെറുപ്പിക്കാൻ വേണ്ടി മാത്രം. എൻ്റെ പൊന്നാര രേണുസുതി, എന്തിനാ? കൂടി ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അവന്റെ അമ്മ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും. പിന്നെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അവകാശം നിങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടര് ഞാൻ ഇന്നത് അറിഞ്ഞു. എന്നെ നടത്തിക്കൊണ്ടു പോകാൻ. ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ. നമ്മുടെ നോബൽ ഫീൽഡ് അമ്പലവല്ലി ബിഷപ്പ്, അതിപ്പോ ഒരു പ്രീസ്റ്റ് ആണ്. എന്നെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂല് പറഞ്ഞു. സോ അദ്ദേഹത്തെ ഒരുപാട് പേര് കുറ്റം പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. അദ്ദേഹം എന്തുമാകട്ടെ, എന്നെ പറ്റി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയ പറഞ്ഞിട്ടുള്ളതല്ലാതെ, കുറച്ച് വ്ളോഗേഴ്സ് അത് വലിയ കാര്യത്തിൽ എടുത്തിട്ടുള്ളതല്ലാതെ, നിങ്ങൾ രണ്ടും ഈ നിമിഷം വരെ നേർക്ക് നേരെ ഒരു നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ നേർക്ക് നേരെ ഒന്നും ഞങ്ങൾ വിദ്വേഷത്തോടെ പെരുമാറിയിട്ടില്ല അദ്ദേഹത്തോട്. രേണുസുതി, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ നേർക്ക് നേരെ കാണുമ്പോൾ എന്താന്ന് വെച്ചാൽ ചെയ്തു. അന്നായിരുന്നെങ്കിലും നേർക്ക് നേരെ കാണുമ്പോൾ കല്ല് വലിച്ചെറിഞ്ഞോ? നമ്മളത് ബോധറിയേണ്ട കാര്യമില്ല, നമ്മൾ വന്ന് ഇടപെടത്തും ഇല്ല. പിടികിട്ടിയോ? ഇത് എപ്പോഴാണ് ഇടപെടുന്നത്? സോഷ്യൽ മീഡിയയിൽ വന്ന്. ഞങ്ങളാരും നിങ്ങളെ കയ്യും കാലും പിടിച്ച് വലിച്ച് സോഷ്യൽ മീഡിയ കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പറയിപ്പിച്ചതല്ലല്ലോ. നിങ്ങളായിട്ട് വന്ന് ഓരോന്ന് പറഞ്ഞതല്ലേ. ഞാനായിട്ട് വന്ന് കയ്യും കാലും പിടിച്ചിട്ടില്ല. രേണുസുതി വാ, രേണുസുതി ആ ബിഷപ്പിനെതിരെ കുറച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ബിഷപ്പിന്റെ കാല് പിടിക്കാൻ ഞാൻ പോയിട്ടില്ല. ബിഷപ്പേ വാ, കയറിയിരിക്കുക, സംസാരിക്കുക. അല്ലെങ്കിൽ ബിഷപ്പ് പറയുന്നതാണ് ഓൺലൈൻ മീഡിയക്കാർ അങ്ങോട്ട് ചെന്നുടനെ രേണുവിനെ കല്ലെറിയാൻ അയാളോട് ആരെങ്കിലും പറഞ്ഞോ? ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. എന്നിട്ടിപ്പം സോഷ്യൽ മീഡിയ കുറ്റം അല്ലേ? എല്ലാം സോഷ്യൽ മീഡിയയുടെ നെഞ്ചത്തോട്ട് വെക്കാതെ, നിങ്ങളൊക്കെ തന്നെ കാരണമാണ് നിങ്ങൾക്കെതിരെ ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. വന്ന് കയറിയിരുന്ന് ഓരോന്ന് വിളിച്ചു പറയും. എന്നിട്ട് പിന്നെ കാണുന്നവരും അതെടുത്ത് റിയാക്ട് ചെയ്തവരുമാണ് പ്രശ്നക്കാർ, ബ്ലോഗേഴ്സ്. അതെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഒരു പോക്ക് എങ്ങനെയാണ്? ബാക്കി എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് അദ്ദേഹം ഈ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ദൈവ പുരുഷനാണ്. എല്ലാം മറന്നിട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി ദൈവമേ ആ കൊച്ചിന്റെ അസുഖം മാറ്റണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വലിയൊരു ദൈവ പുരുഷനാണ്. ദൈവികമായിട്ടുള്ള ചൈതന്യം അദ്ദേഹത്തിനുള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം എന്നെ കാണാൻ വന്നതും പ്രാർത്ഥിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പബ്ലിക്കായിട്ട് ക്ഷമ ചോദിച്ചു, ഇനിയും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം ഇന്നും വന്ന് പ്രാർത്ഥിച്ചു. എനിക്കതിന്റെ ജീവിതത്തിൽ വളരെ വലിയൊരു ആശ്വാസമാണ്. നിങ്ങൾ അദ്ദേഹത്തെ വെറുതെ കുറ്റം പറയരുത്. അദ്ദേഹം ഒരു വീട് കൊടുക്കുന്നല്ലാതെ അദ്ദേഹം വേറൊരു തെറ്റും ചെയ്തില്ല. അതിനു വേണ്ടിയിട്ട് ഒരുപാട് അദ്ദേഹം കേട്ടു. ഈ ഒരു കൊല്ലം സുധീർ 2 മക്കൾക്ക് വീട് കൊടുത്ത ആ ഒരു കുറ്റമല്ലാതെ, അത് കുറ്റം തന്നെ പറയുന്നത്, കാരണം അതുപോലായിരുന്നു പ്രശ്നങ്ങൾ മുഴുവൻ. അതോടുകൂടി അദ്ദേഹത്തിന് മനസ്സമാധാനം പോയെന്നാണ് എന്റെ ഒരു വിശ്വാസം. നിയമം തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആരുമല്ല അദ്ദേഹത്തിന്റെ സമാധാനം ഇല്ലാതാക്കി കളഞ്ഞത്. നിങ്ങൾ തന്നെ പറയുന്നു അയാൾ ചെയ്ത ഏറ്റവും വലിയ കുറ്റമാണ് ആ വീട് വന്നതെന്ന്. ഇതിക്കുള്ളിൽ ഞങ്ങളിനി എന്ത് പറയാനാ? ആ വീട്ടിൽ താമസിക്കുന്നത് ആരാ? ഞങ്ങൾ ആരെങ്കിലും ആണോ? ഞങ്ങൾ ആരെങ്കിലും ആണോ ആ വീട്ടിൽ താമസിക്കുന്നത്? എന്തോ ഉദ്ദേശിക്കുന്നത്? ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എന്താണ് ഈ കിടന്ന് പാടുപെടുന്നത്? എന്തിനാ? എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? നിങ്ങൾ തന്നെയല്ലേ വന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്? എന്തൊക്കെയാ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്? എന്തൊക്കെയാ പറഞ്ഞത്? ഒരു 10-11 മാസം മുമ്പുള്ള ഇന്റർവ്യൂസ് ഒക്കെ ഒന്ന് എടുത്ത് കണ്ടാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ തന്നെ, ഞങ്ങളാരും അല്ല. എന്നിട്ട് ഇപ്പോഴും പറയുന്നത് അയാൾ ചെയ്ത ഏറ്റവും വലിയ കുറ്റമാണ് ഞങ്ങൾക്ക് വീട് വന്നതെന്ന്. ഇതിൽ കൂടുതൽ ബാക്കി കേൾക്കാം. കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വയ്യാണ്ടാവും. അന്ന് ഞാൻ കിടന്നുകൊണ്ടാണ് ICU പോകുന്ന തലേന്ന് ഒരു വീഡിയോ ഇട്ടു. അതെടുത്തിട്ട് പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റപ്പോ അതിനും കുറ്റം. അപ്പൊ ഞാൻ ഇന്നെത്താൻ പാടില്ല, ഞാൻ എപ്പോഴും കിടന്നുണ്ടെങ്കിൽ ഞാൻ
ഡെഡ് ബോഡി ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി. കാരണം എന്ത് വീഡിയോ ഇട്ടാലല്ല അവൾ ക്യാൻസർ രോഗിയല്ലേ, അവർക്ക് സന്തോഷിക്കട്ടെ എന്നല്ല പറയുന്നത്, അവൾ എന്താണ് മരിക്കാത്തതെന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. മനുഷ്യരാണ് നമ്മൾ, എപ്പം വേണം നമുക്ക് എന്ത് വേണം സംഭവിക്കാം. ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തുടക്കത്തിൽ ഇത്ര നിങ്ങൾ കണ്ടില്ലേ, ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. എങ്ങനെയെങ്കിലും 10-13 മിനിറ്റ് ചേച്ചിക്ക് വീഡിയോ എത്തിക്കണം, എത്തിച്ചോ, വ്യൂസ് ഉണ്ടാവട്ടെ, പൈസ കിട്ടട്ടെ, നിങ്ങളുടെ അസുഖം മാറട്ടെ. ഇപ്പോഴും ഞാൻ അത് പറയുന്നു. ഒരുപാട് മറ്റേ മനുഷ്യത്വം അങ്ങോട്ട് തുളുമ്പുന്നൊരു വ്യക്തിയൊന്നുമല്ല, പക്ഷേ എവിടെയോ ഇച്ചിരി ഉള്ളതിൻ്റെ പുറത്ത് മാത്രം പറയുന്നതാണ്. ഓക്കെ, ഇപ്പം ഇത് ഞാൻ പറഞ്ഞാൽ തന്നെ കുറേ ആളുകൾ എന്നെ തെറി പറയും, ഞങ്ങൾ കാണില്ല അവളുടെ വീഡിയോ. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല കേട്ടോ, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിൽ മനുഷ്യജീവിയല്ലേ, അങ്ങനെ അങ്ങോട്ടൊന്ന് കണ്ടാൽ മതി. കൂടുതലൊന്നും എടുത്ത് പൊക്കാനൊന്നും പറ്റത്തില്ല, നടക്കുന്ന കാര്യമേ അല്ല. ഞാനെന്തായാലും ചെയ്യത്തില്ല. കാരണം കാണിക്കുന്നതും പറയുന്നതും എന്തുവാ, എന്തിൻ്റെ ആവശ്യം? ഞാനതാ ചോദിക്കുന്നത്, എന്തിൻ്റെ ആവശ്യം? ഇപ്പം ഈ വന്നിരുന്ന് ഈ കഥ പറയാനും നിങ്ങൾ പറയൂ, പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ എല്ലാത്തിലും നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചു അല്ലെങ്കിൽ ഇപ്പം ബിഷപ്പിനെ വിശുദ്ധനാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ബിഷപ്പ് നിങ്ങളെ വിശുദ്ധയാക്കാൻ നോക്കിയോണ്ടാണോ നിങ്ങൾ തിരിച്ച് വിശുദ്ധനാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ അത്ര ചോദിക്കുന്നുള്ളൂ. ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നു. കുറച്ച് കാര്യങ്ങളൊന്നും നിങ്ങളെ അറിയിക്കാൻ വേണ്ടി, എന്നെ സ്നേഹിക്കുന്നവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ടീച്ചർ സുന്ദരിയായിട്ടിരിക്കുന്നല്ലോ ആണ്, എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ വിഗൊക്കെ വെച്ച് ഒരു പൊട്ടൊക്കെ തൊട്ട് കമ്മലൊക്കെ ഇട്ട്. കാരണം നമ്മൾ ഇങ്ങനെയാണല്ലോ ജീവിതത്തിൽ നടന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മുടിയൊക്കെ പോയി നമ്മൾ പൊട്ടൊക്കെ ഒരാളെ കണ്ടെന്ന് വരാതിരിക്കാൻ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമാവും. അപ്പം നമ്മൾ എങ്ങനെയാണ്, ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ക്യാൻസർ രോഗിയാണെങ്കിൽ അവരെ എത്രത്തോളം നമ്മൾ സന്തോഷിപ്പിക്കണം, അത്രത്തോളം നമ്മൾ സന്തോഷിപ്പിക്കണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതേപോലെ ക്യാൻസർ രോഗികളായിട്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ നമ്മുടെ മനസ്സുകൊണ്ട് ഒരുപാട്, അവർക്ക് എന്താണോ സന്തോഷം തോന്നുന്നത്, അല്ല ഒരു പാർട്ടി ആയിട്ടാണെങ്കിലും ഇപ്പൊ ഒന്ന് പൊട്ടു വരാനാണല്ലോ, അവർക്ക് സന്തോഷിക്കാനാണല്ലോ അവരെ സന്തോഷിപ്പിക്കുക. അതാണ് അവർക്ക് രോഗത്തിന്റെ പകുതി ആശ്വാസം കിട്ടുന്ന അതാണ്. പിന്നെ എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്, ഒത്തിരി നല്ല ആളുകൾ എന്നെ കാണാനും വന്നിട്ടുണ്ട്. ഇൻഫെക്ഷന്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ടീമോ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് വയ്യാണ്ടാവും. അന്ന് ഞാൻ കിടന്നുകൊണ്ടാണ് ICU പോകുന്ന തലേന്നൊരു വീഡിയോ ഇട്ടു. അതെടുത്തിട്ട് പിറ്റേന്ന് ഞാൻ എഴുന്നേറ്റപ്പോ അതിനും കുറ്റം. അപ്പൊ ഞാൻ എഴുന്നേക്കാൻ പാടില്ല, ഞാൻ എപ്പോഴും കിടന്നെങ്കിൽ ഞാൻ ഡെഡ് ബോഡി ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി. കാരണം എന്ത് വീഡിയോ ഇട്ടാലല്ല അവൾ ക്യാൻസർ രോഗിയല്ലേ, അവർക്ക് സന്തോഷിക്കട്ടെ എന്നല്ല പറയുന്നത്, അവൾ എന്താണ് മരിക്കാത്തതെന്നാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. മനുഷ്യരാണ് നമ്മൾ, എപ്പം വേണം നമുക്ക് എന്ത് വേണം സംഭവിക്കാം. പക്ഷെ ഉള്ള കാലത്ത് നമ്മൾ ആരും ചോദിക്കാതെ സന്തോഷത്തോടുകൂടെ ജീവിക്കുക. ഒരുപാട് ജനങ്ങളുടെ പ്രാർത്ഥനകളാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പം എനിക്ക് ക്യാൻസർ രോഗത്തിൽ നിന്നിട്ടുള്ള ഏത് ഷൂട്ടിനാണ്, ഏത് പ്രോഗ്രാമിനാണ് ഈ വേദി കിട്ടിയാൽ ഞാൻ അവിടെ പറയും എന്റെ ദൈവം അല്ലെ കർത്താവ് എന്നെ രക്ഷിച്ചെടുത്തു എന്ന്. പിന്നെ പുറത്തോട്ട് വല്ല എനിക്ക് മിഷണറിയായിട്ട് പോകാൻ വല്ല അവസരം ഉണ്ടായി ഞാൻ ചെന്ന് പറയും, എനിക്കിപ്പോ പ്രോഗ്രാം ആണ്, ഞാൻ എവിടെ പോയാലും ദൈവം എന്നെ വിടുവിച്ചെന്ന് പറഞ്ഞിട്ടേ ഞാൻ തുടങ്ങത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം മനസ്സിലായല്ലോ എല്ലാവർക്കും. പിന്നെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്ന വെച്ചാൽ, ഞാനൊരു നീക്കം പറഞ്ഞു, അത് ആരുടെയാണോ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ നീക്കം എന്നെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തി. കാരണം എനിക്ക് 10ാം കീമോയാണ്. മനസ്സ് എത്രത്തോളം സന്തോഷിക്കാമോ അത്രത്തോളം സന്തോഷിക്കാം. എനിക്കിനി എന്താണ് സന്തോഷിക്കാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധാരണ ഒരു ക്യാൻസർ അല്ല എനിക്ക്. ക്യാൻസർ ആണെങ്കിൽ പോലും അതില് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് എനിക്ക്. അത് എനിക്ക് പറയാം, എന്റെ വീട്ടുകാർക്ക് പറയാം. നിങ്ങൾ ഈ പറയുന്നത് കളത്തിൽ എന്തിനാണ് ഞാൻ ഈ കളത്തിൽ ഈ ടിപ്ലൈൻ ഏതായാലും വിവരമുള്ള ഹാർട്ടിൽ കിടക്കുന്ന സാധനമാണ് ഇതിനകത്തൂടെ. അതിന്റെ ടീച്ചർ ഹാർട്ടിൽ കിടക്കുന്നതാണ്. സോ ഇത് വെറുതെ എന്തായാലും ഒരു ഡോക്ടേഴ്സും കുത്തിയിടത്തില്ല. അസുഖം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇടുന്നത്. നമ്മൾ കള്ളം ചെയ്യത്തില്ല, കള്ളം പറയത്തില്ല. ഒരു അസുഖത്തെ വെച്ച്, അത് ഇത്രയും വലിയൊരു മാനവാവസ്ഥയെ വെച്ച് നമ്മൾ കള്ളം പറയില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായത്, എന്റെ കുഞ്ഞ് ഋതപ്പൻ ഇനി എന്നിൽ നിന്നും അങ്ങനെ അവകാശം തട്ടിയെടുക്കാൻ നോക്കുന്നുണ്ട്. അത് ഞാൻ അറിഞ്ഞു. അവന്റെ അമ്മ ഞാനാണ്, എനിക്കിനി ആളുകളുള്ള അവനാണ്. എനിക്ക് മനസ്സിലായിട്ട് വളരെ വിഷമാണ് അവനെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുന്നത്. അറിഞ്ഞു വേണമെന്നല്ല. പൊന്നാര രേണുസുതി, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ജന്മം കൊടുത്ത നിങ്ങളുടെ മകനാണ്. നിങ്ങൾ ഉള്ളോടത്തോളം കാലം, പറയുന്നതിനകത്ത് സങ്കടമുണ്ട് എങ്കിലും പറയുകയാണ്, ഇങ്ങനെ പറയാൻ വോട്ട് ലീവ് ഇറ്റ്. നിങ്ങൾ ഉള്ളോടത്തോളം കാലം നിങ്ങളുടെ കുഞ്ഞിനെ ആർക്കും പിടിച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾക്കും അറിയാം. നിങ്ങൾ ഈ കഥ പറയുന്ന കേൾക്കുന്ന എന്നെപ്പോലുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് അതറിയാം. അതുകൊണ്ട് തന്നെ ചുമ്മാ ഇങ്ങനെയുള്ള സാധനങ്ങൾ പറയാതിരി.
എന്ത് കാര്യത്തിന്? ഇനിയിപ്പോൾ ആരെന്തൊക്കെ കൊണ്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാലും നിങ്ങൾ ജന്മം കൊടുത്താൽ നിങ്ങളുടെ കുഞ്ഞ, അതിനെ പിടിച്ചുകൊണ്ട് പോകാൻ ഒരാൾക്കും പറ്റത്തില്ല, ഒരാൾക്കും. വേണമെങ്കിൽ വേണ്ട, അത് ഞാൻ പറയാം, നിങ്ങളുടെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം മകനെ കിട്ടണമെന്ന് പറഞ്ഞാൽ അയാൾക്ക് കോടതി പോകാമായിരുന്നു. അതല്ലാതെ വേറെ ഇനി ഇപ്പം ആ വ്യക്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ വേറെ ആർക്കും നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളൊന്ന് തട്ടിയെടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾക്കും അറിയാം. പിന്നെ വന്നിരുന്ന് ഈ ആവശ്യമില്ലാത്ത കഥ പറഞ്ഞ് നാട്ടുകാരെ വെറുപ്പിക്കാതെ. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണല്ലോ, അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ കരയില്ല, കാരണം എന്നെപ്പോലെ ക്യാൻസർ പേഷ്യൻസ് കുറെ പേരുണ്ട്. ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമമാകും. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ട്, അവർക്ക് വിഷമമാകും. ഒരൊറ്റ കാര്യം പറയാം, ഈ അസുഖമൊക്കെ ഉള്ള ആളുകൾ നിന്റെ ഈ കോപ്രായം കാണാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ സന്തോഷിക്കുകയായിരിക്കും. ഉള്ള കാലം കുറച്ചേ ഉള്ളെങ്കിൽ അത് സന്തോഷിക്കാനായിരിക്കും എല്ലാവരും ശ്രമിക്കുന്നത്. അല്ല നിന്റെ പോലത്തെ ഇതുപോലത്തെ ചാവാലി ഐറ്റം കണ്ടുകൊണ്ടിരുന്ന് കരയാൻ നിൽക്കത്തില്ല. അല്ലെങ്കിൽ അത് കണ്ടിട്ട് കരയാനെന്നല്ല പറയേണ്ടത്, അത് കണ്ട് വെറുതെ എന്തിനീ ആവശ്യമില്ലാത്ത സാധനം എന്നേ അവർ ചിന്തിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ളവർ ഇതുപോലുള്ള സാധനങ്ങൾ കാണാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് കാര്യത്തിന് വേറെ എന്തോരം കാര്യങ്ങൾ ചെയ്യാം. നീ തന്നെ, നിനക്ക് വേറെ എന്തോരം കാര്യങ്ങൾ ചെയ്യാം. എന്തിനീ സോഷ്യൽ മീഡിയ കിടന്ന് കാണിക്കുന്ന കാട്ടായങ്ങളെല്ലാം കണ്ടിട്ട് ചുമ്മാ ഇരുന്ന് സംസാരിക്കാൻ നിൽക്കുന്നത്? നിന്റെ കാര്യം നോക്ക്, സിനിമകൾ കാണ്, പാട്ട് കേക്ക്. നീ ഇപ്പോൾ പാട്ട് പാടണം, നിനക്ക് പാട്ട് പാടാൻ നല്ല കഴിവുള്ള ടീമല്ലേ? നല്ല കഴിവെന്നല്ല, പാടുമല്ലോ, പാട്ട് പാട്. യൂട്യൂബിലൂടെയൊക്കെ ഇങ്ങനെ ഒരു പാട്ടുകൾ പാടുന്നതൊക്കെ ഒരു 2-3 പാട്ട് പാടിയിട്ട് അത് ഒന്നിച്ച് ജോയിൻ ചെയ്തിട്ടൊരു 6-8 മിനിറ്റിന്റെ വീഡിയോ ആയിട്ട് യൂട്യൂബിലൊക്കെ ഇട്. ആളുകൾ കേൾക്കട്ടെ, നല്ല കാര്യമല്ലേ? നിനക്കും സമാധാനം കിട്ടും. നീ എന്തുകൊണ്ട് അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാത്തെ? അപ്പം ഈ എന്റെ കുഞ്ഞ് ഇപ്പൊ എനിക്ക് അതായത് ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അവന്റെ അമ്മ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും. പിന്നെ അച്ഛൻ മരിച്ചു പോയി. അപ്പൊ അവകാശം നിങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടര് ഞാൻ ഇന്നത് അറിഞ്ഞു, എന്നെ നടത്തിക്കൊണ്ട് പോകാൻ. ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ. എനിക്ക് ആകെയുള്ള എന്റെ കുഞ്ഞാണ്. അവനെ കൂടെ എന്നും നടത്തിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇല്ല. ഞാൻ എത്രത്തോളം വിഷമിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഞാൻ തൊട്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് അതിന്റെ ഫീലിങ്സ് മനസ്സിലാക്കില്ല. എനിക്ക് എമ്പതി അല്ലെങ്കിൽ സിമ്പതി അതിനല്ല ഞാൻ ഈ വീഡിയോ എടുത്തതും ഒരിക്കലും. പക്ഷെ സ്നേഹമുള്ളവർ ഒരുപാട് പേരെ സ്നേഹിക്കുന്ന എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എന്റെ കുഞ്ഞിനെ എനിക്കിനിയിപ്പം ഈ ക്യാൻസറിന്റെ വിഷയം ഇനിയിപ്പം മുന്നോട്ട് 5 കീമോ ഉണ്ട്, അതിലുപരി 2 lakhs മെഡിസിൻ. ഓരോ കീമോയ്ക്കും 2 lakhs മെഡിസിൻ. ഓക്കെ, ഗവൺമെന്റ് ആശുപത്രിയല്ലേ ചെയ്യുന്നത്? ഇത്രയും പൈസ ആവുമോ? എനിക്കറിയത്തില്ല കേട്ടോ. അത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. ചിലപ്പോൾ ആവുമായിരിക്കും. ഞാനും കേട്ടിട്ടുണ്ട് ഗവൺമെന്റ് ആശുപത്രി ആണെങ്കിലും അത്യാവശ്യം പൈസ ആവും എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ചില ആളുകൾ പറയുന്നത് കേട്ടു ഗവൺമെന്റ് ആശുപത്രിയിൽ അത്രയും പൈസയൊന്നും ആവില്ല, വോട്ടവർ. ഞാൻ അത് പറയാനല്ല വന്നത്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, രേണു പറയാതെ പറഞ്ഞു പോകുന്നത് ആർക്കിട്ടുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കിച്ചു, അവന് മാത്രമേ ഋതപ്പൻ്റെ കാര്യത്തിൽ വേറെ അവകാശമുള്ളൂ, വേറെ ആർക്കും ഇല്ല. അവൻ അവകാശം പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓക്കെ, രേണു അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഇനി അഥവാ വേണ്ട, രേണു ഇല്ല എങ്കിൽ അവനാണ് അവകാശം, മനസ്സിലായോ? മെയിൻ അവകാശം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ രേണു പറഞ്ഞ ആളുകൾക്കൊക്കെ. അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ വേറെ ആരും കിടന്ന് കയറ് പൊട്ടിച്ചിട്ട് ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മെഡിസിൻ വെച്ച് എനിക്ക് എടുക്കുന്നുണ്ട് ശരീരത്തിൽ. സോ എങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ എന്നാണ് ആ ഒരു ഇത്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും ഒരു ധൈര്യം തരുന്നുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ അറിഞ്ഞായിരുന്നു എന്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയിലാണ്. സോ എനിക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. ദൈവം എനിക്കൊന്നും വരുത്താതിരിക്കട്ടെ എന്റെ ഋതപ്പനെ ഓർത്ത്. അപ്പം അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ വന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ PG, അതായത് ഋതുദാസിനെ തങ്കച്ചൻ PG അല്ലെങ്കിൽ കുഞ്ഞിനമ്മ തങ്കച്ചനോ അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലീബുനെയോ അല്ലെങ്കിൽ ലീബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്ക് ആരെയും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ ഋതുദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തം. ഞാൻ അവരെ മതി, കൂടുതലൊന്നും വേണ്ട, എനിക്ക് മതിയായി. നിങ്ങൾ ഇത്രയൊക്കെ കണ്ടാൽ മതി. എൻ്റെ പൊന്നാര രേണു, ഒന്നും പറ്റാതിരിക്കട്ടെ. വീണ്ടും ഞാൻ പറയുന്നു, പല ആളുകൾക്കും ഇത് കേൾക്കുമ്പോൾ താല്പര്യം ഉണ്ടാവില്ല, എങ്കിലും ഞാൻ പറയാം, ഒന്നും പറ്റാതിരിക്കട്ടെ. പക്ഷെ നിന്റെ ഈ നാക്ക് ഇത് നീ ഒന്ന് അടക്കി വെക്ക്.
ഇല്ലെങ്കിൽ അത് നല്ല കാര്യങ്ങൾ വല്ല പാട്ട് പാടാനോ ദൈവസുവിശേഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആരൊക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത്. അവരത് കണ്ടോളും. അതിനകത്തുനിന്ന് കാശുണ്ടാക്കുന്നേ. ഇത് ചുമ്മാ നമുക്കും വയ്യ എൻ്റെ പൊന്നാര രേണു, നമുക്കും വയ്യ. മനസ്സിലായോ? പിന്നെ നിനക്ക് എന്തിൻ്റെ ആവശ്യം? ഇതുകൊണ്ട് നിനക്ക് എന്താ കിട്ടാൻ പോകുന്നത്? എന്താ കിട്ടാൻ പോകുന്നത്? മതിയാക്കിക്കൂടെ? ആരൊക്കെയോ തട്ടിയെടുക്കാൻ പറ്റുന്നു. ചുമ്മാ ആവശ്യമില്ലാത്ത ഒരു കണ്ടന്റ് ആരൊക്കെയോ രാവിലെ പറയുന്നത് കേട്ടു. നമ്മളാരും കേട്ടില്ലല്ലോ. വീണ്ടും പറയുന്നു, ഒന്ന് ഒതുങ്ങ്, പൊടിക്കൊതുങ്ങ്. ഓക്കെ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ രേണു ചേച്ചി. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.